കേരള ക്രൈം ബ്രാഞ്ച് സോൾവ് ചെയ്തിട്ടുള്ള വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അന്ന് കൃത്യമായ ഡേറ്റ് പറഞ്ഞ 2017 ജൂലൈ 28 റിൻസി എന്ന് പറഞ്ഞിട്ടുള്ള 16 വയസ്സുള്ള ഒരു കുട്ടി എക്സാമിന് വേണ്ടിയിരുന്ന് പഠിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കുട്ടി പിറ്റേന്ന് രാവിലെ തന്നെ 5 മണിക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാം ആയതുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞത്. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും അമ്മയച്ഛനും അപ്പുറത്തെ റൂമിലൊക്കെ പോയി ഇങ്ങനെ നൈസായിട്ട് കിടന്നു. ഈ ഒരു കുട്ടി ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 10-12 മണിയൊക്കെ ആയപ്പോഴത്തേനും ഈ ഒരു കുട്ടിയുടെ അമ്മ വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും കാപ്പിയോ കാര്യങ്ങളോ എന്തെങ്കിലും കുടിക്കാൻ വേണോ, അതായത് എക്സാമിന്റെ തലേദിവസം നമുക്ക് എല്ലാവർക്കും അമ്മമാരും ഒന്ന് ചോദിക്കുന്നതാണ്, കാപ്പി എന്തെങ്കിലും വേണം ഉറക്കം പോകാനായിട്ട് എന്നുള്ള ഒരു തരത്തിൽ. അപ്പോൾ ഈ ഒരു കുട്ടി പറഞ്ഞു, വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ പഠിച്ചിട്ട് കിടന്നുറങ്ങും, രാവിലെ 5 മണിക്ക് വിളിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം പറയുകയാണ്. പിറ്റേന്ന് അഥവാ 29 ജൂലൈ രാവിലെ തന്നെ അമ്മ എഴുന്നേറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കി മകളെ വിളിക്കാനായിട്ട് പോവുകയാണ്. അവിടെ ലൈറ്റ് ഇട്ടപ്പോൾ ബാക്കിലത്തെ ഡോറ് ചെറുതായിട്ട് ഓപ്പൺ ആയി കിടക്കുന്നത് അമ്മയുടെ ശ്രദ്ധയിൽ പെട്ടു. എന്നാലും മകളെ അവർ ചെന്ന് കയറ്റി കുലുക്കി വിളിച്ചു. എന്നാൽ മകൾ ഉണരുന്നുണ്ടായിരുന്നില്ല. മകളെ ഒന്ന് തിരിച്ചു കിടത്തി നോക്കിയപ്പോഴാണ് കഴുത്തിൽ കയറ് മുറുകിയിരിക്കുന്ന ഒരു പാട് കണ്ടത്. അതേപോലെ തന്നെ ബെഡിന്റെ തൊട്ടടുത്ത് ഒരു കയറും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവർ ചെന്ന് ഹസ്ബൻഡിനെ വിളിച്ചുണർത്തി വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് തങ്ങളുടെ മകൾ മരിച്ചു എന്നുള്ള ഒരു വാസ്തവം. അവരപ്പോ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. എന്നാൽ ഈ ഒരു വിവരം അറിഞ്ഞ ആളുകൾ മുഴുവൻ ആ വീടിന്റെ ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു. പോലീസ് വളരെ പെട്ടെന്ന് തന്നെ വന്നു. ബാക്കിയുള്ള പ്രൊസീഡിങ്സ് കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. നേരെ ഒരു കുട്ടിയുടെ ബോഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് അയച്ചു, ബാക്കിയുള്ള ടെസ്റ്റുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും ഫോറൻസിക് ടീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെയുള്ള പരിശോധനകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ആ ഒരു കയറിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല. ആ ഒരു കയറ് ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു കയറായിരുന്നു. ഈ ഒരു കുട്ടിയുടെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു കയറായിരുന്നു അവിടെ കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ ഒരു പാരന്റ്സിന്റെ മേൽ പോലീസിന് ഒരു സംശയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തെ ഞെട്ടിച്ച റിൻസിയുടെ കൊലപാതകത്തെ കുറിച്ചിട്ടാണ്. അങ്ങനെ ഈ ഒരു കുട്ടിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. ശ്വാസം മുട്ടിയിട്ടാണ് ഈ ഒരു കുട്ടി മരിച്ചത് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ അതിനുശേഷം ഈ ഒരു കുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും പോലീസിന് മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ ആ ഒരു റൂമിൽ ഫോറൻസിക് ടീം നടത്തിയ പരിശോധനയിൽ ആകെ ബിജി തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുട്ടിയുടെ അച്ഛന്റെ ഫിംഗർ പ്രിന്റ് മാത്രമേ ലഭിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ സംശയം വീണ്ടും പോലീസിന് കൂടുകയാണ്. അയാൾക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ആ ഒരു വീട്ടിൽ 2 മുറികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മുറിയിൽ അയാളും അയാളുടെ ഭാര്യയും കിടന്നിരുന്നു. അപ്പുറത്തുള്ള മുറിയിലായിരുന്നു മകള് കിടന്നിരുന്നത്. പഠിക്കുന്നതിനും മറ്റു സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരുക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ സംശയം വന്നു. അങ്ങനെ ഇയാളുടെ ഭാര്യയെ ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത്, ഞാനിങ്ങനെ ബാക്കിലോട്ട് വരുന്ന സമയത്ത്, അതായത് ഈ ഒരു കുട്ടി കിടക്കുന്ന റൂമിന്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് ബാക്ക് ഡോർ ചെറുതായിട്ട് തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ മകളുടെ കഴുത്തിൽ കിടന്നിരുന്ന ആ ഒരു ഗോൾഡ് ചെയിനും മറ്റും കാണുന്നുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്റെ ഹസ്ബൻഡ് ആവാൻ യാതൊരു വിധത്തിലുള്ള ചാൻസും ഇല്ല എന്നുള്ളത് ഈ ഒരു കുട്ടിയുടെ അമ്മ പറയുകയാണ്. എന്നാലും പോലീസ് ഈ ഒരു കാര്യം വലിയ കാര്യമായിട്ട് വിശ്വസിച്ചില്ല. എന്നാലും തെളിവില്ലാത്തത് കൊണ്ട് പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അടുത്ത 4 മാസത്തിൽ 9 തവണയാണ് റിൻസിയുടെ പാരന്റ്സിനെ ഇവർ വിളിപ്പിക്കുന്നത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നാട്ടിലുള്ള ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്തു. എന്നാലും യാതൊരു വിധത്തിലുള്ള പുരോഗതിയും ഈ ഒരു കേസിന് ഉണ്ടായില്ല. അങ്ങനെ റിൻസിയുടെ പാരന്റ്സ് ഒരു കത്ത് എഴുതുകയാണ്. ഈ ഒരു കേസ് ക്രൈം ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കത്തായിരുന്നു അത്. അങ്ങനെ ഗവൺമെന്റ് ഈ ഒരു കേസ് ക്രൈം ബ്രാഞ്ചിന് കൈമാറുകയാണ്. ക്രൈം ബ്രാഞ്ച് ആയിരുന്നു ഈ ഒരു കേസ് വേറെ ലെവലിൽ തെളിയിച്ചത് എന്ന് പറയാൻ സാധിക്കും. നമുക്കറിയാം, നമ്മളുടെ നാട്ടിലെ കേസ് മെയിൻ ആയിട്ട് 3 തരത്തിലാണ് അന്വേഷിക്കുന്നത്. ആദ്യത്തെ തവണ ലോക്കൽ പോലീസ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, പിന്നീട് CBCID അല്ലാന്നുണ്ടെങ്കിൽ ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കും, അതിനുശേഷം CBI ആണ് അന്വേഷിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ലോക്കൽ പോലീസ് ഈ ഒരു അന്വേഷണത്തിൽ പരാജയപ്പെട്ടപ്പോഴാണ് ക്രൈം ബ്രാഞ്ചിന് ഈ ഒരു കേസ് ഏൽപ്പിച്ചത്. അങ്ങനെ ക്രൈം ബ്രാഞ്ച് ഈ ഒരു കേസിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം ആരംഭിക്കുകയാണ്. അങ്ങനെ ക്രൈം ബ്രാഞ്ച് ഈ ഒരു കേസ് ആദ്യം തുടങ്ങി അന്വേഷിക്കുകയാണ്. റിൻസി എന്ന് പറഞ്ഞ പെൺകുട്ടി 11ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ചപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളൊരു കാര്യം ക്രൈം ബ്രാഞ്ചിന്റെ ശ്രദ്ധയിൽ പെടുകയാണ്. അപ്പോൾ ക്രൈം ബ്രാഞ്ച് വിചാരിക്കുകയാണ് എന്തെങ്കിലും ഒരു തെളിവ് ആ ഒരു ഭാഗത്തു നിന്ന് ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഈ ഒരു കുട്ടിയുടെ ഡ്രസ്സുകളും മറ്റൊക്കെ വീണ്ടും പരിശോധനയ്ക്ക് അയക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള DNA കാര്യങ്ങളോ ലഭിക്കുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. കാരണം ആ ഒരു വ്യക്തിയുടെ സെമനോ കാര്യങ്ങളോ ആ ഡ്രസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു DNA എക്സ്ട്രാക്ട് ചെയ്യൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ക്രൈം ബ്രാഞ്ച് വിചാരിച്ച പോലെ തന്നെ അവർക്കൊരു DNA ലഭിക്കുകയും ചെയ്തു. ഉടനെ തന്നെ അവർ റിൻസിയുടെ അച്ഛന്റെ DNA അത് മാച്ച് ചെയ്ത് നോക്കി. എന്നാൽ അത് മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ക്രൈം ബ്രാഞ്ചിന് മനസ്സിലായി ഈ ഒരു കൃത്യം ചെയ്തത് അദ്ദേഹമല്ല എന്നുള്ള ഒരു കാര്യം. എന്നാലും ഈ ഒരു കാര്യം അവർ പുറത്തോട്ട് പറഞ്ഞില്ല. കാരണം
അയാളല്ല കുറ്റവാളി എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ കുറ്റവാളിക്ക് സിമ്പിൾ ആയിട്ട് മുങ്ങാനായിട്ട് അതൊരു കാരണമാകും എന്നുള്ള ഒരു കാര്യം ക്രൈംബ്രാഞ്ചിന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ആ ഒരു വിവരം മറച്ചു വെച്ചു. അതേപോലെ തന്നെ ഇയാളായിരിക്കും കുറ്റവാളി എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു പിന്നീട് അവരുടെ പെരുമാറ്റങ്ങളൊക്കെ തന്നെ. അതിന്റെ ഇടയിൽ ക്രൈംബ്രാഞ്ച് സംശയമുള്ള ആളുകളുടെ ഒക്കെ DNA കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒന്നും തന്നെ മാച്ച് ആയില്ല. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ വേറെ ഒരു തരത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. ഈ ഒരു കൃത്യം നടന്നത് രാത്രിയാണല്ലോ. അപ്പോൾ രാത്രി കാലഘട്ടത്തിൽ ആ ഒരു ഏരിയയിലൂടെ ആരൊക്കെ നടക്കുന്നുണ്ട്, ആരൊക്കെ പോകുന്നുണ്ട്, ആരൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലോസ് ആയിട്ട് അവർ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങി. അതും നാട്ടുകാരും അറിയാതെ ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ അവർ നടത്തിയത്. അങ്ങനെ ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്ന് സുനിൽ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇറങ്ങി പോകുന്ന ഒരു കാര്യം പോലീസ് കാണുകയാണ്. ഏറെക്കുറെ നല്ല പച്ചപ്പാതിര സമയത്തായിരുന്നു ഈ ഒരു കൃത്യം നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് നേരെ ചെന്ന് ഈ ഒരു സ്ത്രീയെ പൊക്കി, എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് സുനിൽകുമാർ എന്നെ കാണാൻ വരാറുണ്ടെന്നും ഞങ്ങൾ തമ്മിൽ കുറെ നാളുകളായിട്ട് ഇത്തരത്തിലുള്ളൊരു എന്താ പറയാ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാരോട് ഈ ഒരു സ്ത്രീ സമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സുനിൽകുമാറിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഇവർ അന്വേഷിക്കുകയാണ്. സുനിൽകുമാറിന് ഇവരുടെ വീടിന്റെ ബാക്കിലായിട്ട്, അതായത് റിൻസിയുടെ വീടിന്റെ ബാക്കിലായിട്ട് ഒരു 15 സെന്റ് ഭൂമിയുണ്ട്. ഇടയ്ക്കിടെ ആ ഒരു ഭൂമി നോക്കാനായിട്ട് സുനിൽകുമാർ ആ ഒരു ഏരിയയിലോട്ട് വരാറുണ്ട് എന്നുള്ള ഒരു കാര്യവും പോലീസിന് മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്ത്രീ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും അതേപോലെ തന്നെ ഇവരുടെ ഡ്രസ്സിൽ നിന്ന് എന്തെങ്കിലും സെമന്റ് സാമ്പിളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു അവർ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള തെളിവുകളും മറ്റും കിട്ടുകയും അതേപോലെ തന്നെ ഒരു DNA ലഭിക്കുകയും ചെയ്തു. ഈ ഒരു DNA റിൻസിയുടെ ഡ്രസ്സുമെന്ന് കിട്ടിയ DNAയുമായിട്ട് എക്സാക്ട് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു തരത്തിലായിരുന്നു. അങ്ങനെ ഈ ഒരു കൊലപാതകം കഴിഞ്ഞ് 11 മാസങ്ങൾക്ക് ശേഷം കുറ്റവാളിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. ജൂൺ 24, 2018 ഇത്. അങ്ങനെ ഇയാളെ നേരെ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ CBIയുടെ കസ്റ്റഡിയിൽ വെക്കാനുള്ള ഒരു അവകാശം ലഭിക്കുകയാണ്. 2 ആഴ്ച കാലത്തോളം ഇയാളെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അന്വേഷിക്കാനായിട്ടുള്ള ഒരു ഉത്തരവ് കോടതി ഇവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇയാളെ ഈ ഒരു ക്രൈം സീനിലോട്ട് അവർ കൊണ്ടുവരികയാണ്. എത്തരത്തിലാണ് ഈ ഒരു കൃത്യം ചെയ്തത് എന്നുള്ള കാര്യം അയാളെ കൊണ്ട് തന്നെ വീണ്ടും പറയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ക്രൈം സീനിലോട്ട് അയാളെ കൊണ്ടുവന്നത്. ആള് പറഞ്ഞു, ആളുടെ പറമ്പിൽ വരുന്ന സമയത്താണ് റിൻസിയെ ആള് നോട്ടമിടുന്നത്. അപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും തന്റെ കാര്യങ്ങൾ നടത്തണം എന്നുള്ള ആ ഒരു ക്രൂരമായിട്ടുള്ള ചിന്ത ഇയാളുടെ മനസ്സിൽ വരികയാണ്. ഈ ഒരു സുനിൽകുമാറിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ വർക്കറൊക്കെ ആയിരുന്നു. അതായത് നാട്ടിലുള്ള എല്ലാ നല്ല കാര്യത്തിലും മോശം കാര്യത്തിലും എല്ലാത്തിലും ഇടപെടുകയും എല്ലാ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത വളരെ നല്ലവനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അതായത് നാട്ടുകാരുടെ മുന്നിൽ നോക്കുമ്പോൾ ഇത്രത്തോളം നല്ലൊരു മനുഷ്യൻ ആ നാട്ടിലില്ല എന്നുള്ളൊരു ആ ഒരു മൂഡിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളൊന്നും ആ ഒരു നാട്ടിൽ യാതൊരുവിധ ക്രൈമിനും ആരും സംശയിക്കുക പോലും ഇല്ലായിരുന്നു. അതേപോലെ തന്നെ റിൻസിയുടെ അടക്കല് കാര്യങ്ങൾക്ക് അതേപോലുള്ള ചടങ്ങുകൾക്കൊക്കെ ഇയാൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് സമരം ചെയ്യാൻ വരെ ഇയാൾ മുന്നിലുണ്ടായിരുന്നു. അത്തരത്തിൽ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും ഇയാളോട് യാതൊരു വിധത്തിലുള്ള യാതൊരു ഡൗട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ആ ഒരു ഇല്ലീഗൽ അഫെയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് മൂപ്പര് വരുന്ന വഴിക്ക് റിൻസിനെയും ആളിങ്ങനെ നോക്കിയിട്ട് പോകാറുണ്ട് എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ റിൻസിയുടെ ബിഹേവിയർ കാര്യങ്ങളൊക്കെ ഈ ഒരു സുനിൽകുമാർ നോട്ട് ചെയ്യാണ്. ഏറെക്കുറെ ഒരു 10-12 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടായിരുന്നു സാധാരണഗതിയിൽ ആ ഒരു കുട്ടി കിടന്ന് ഉറങ്ങാറുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഇയാൾ പക്കയായിട്ട് നോട്ട് ചെയ്യുകയാണ്. ഈ ഒരു കൃത്യം നടത്തുന്ന അന്ന് രാത്രി ഇയാളുടെ പറമ്പിൽ തമ്പടിക്കുകയാണ്. ഈ ഒരു കൃത്യം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെയായിരുന്നു. ആ ഒരു കുട്ടിയെ എങ്ങനെയെങ്കിലും എന്താ പറയാ അയാളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ദുഷിച്ച ചിന്തയോട് കൂടിയിട്ടായിരുന്നു അയാൾ അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് 10-12 മണിയായി. അമ്മ വന്നു, കാപ്പി വേണമെന്ന് ചോദിച്ചു. ആ ഒരു കുട്ടി വേണ്ട, ഞാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് കിടന്നുറങ്ങുന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അയാൾ പിന്നീട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബാക്ക് ഡോറിൽ വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുകയാണ്. ആ ഒരു ഡോറ് അത്രത്തോളം നല്ലൊരു രീതിയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡോറ് വളരെ സിമ്പിളായിട്ട് തുറന്നു പോകുന്നു. ആ ഒരു ഡോറ് വഴി അയാൾ അകത്തോട്ട് കയറുകയും അതിന്റെ അടുത്തായിരുന്നു ഈ ഒരു റിൻസി കിടന്നിരുന്ന റൂം. ആ ഒരു റൂമിലോട്ട് കയറുകയും ചെയ്തു. അപ്പോൾ തന്നെ ഇയാളുടെ നിഴല് കണ്ട് ആ ഒരു കുട്ടി ഒച്ച വെക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ആ ഒരു കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചു. അതായത് തൊട്ടപ്പുറത്തെ റൂമിൽ അമ്മയും അതേപോലെ തന്നെ ഈ ഒരു കുട്ടിയുടെ അച്ഛനും കിടക്കുന്നുണ്ട്. അപ്പോൾ അവര് സൗണ്ട് കേൾക്കാൻ പാടില്ലല്ലോ. ഒരുപാട് നേരം വായ മുക്കും പൊത്തിപ്പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കുട്ടിയുടെ ബോധം പോയി. അതിനുശേഷം ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയെ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം തെളിവുകളും മറ്റുമൊക്കെ ബാക്കിയുള്ളവർക്ക് എതിരെയാക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ പുറത്തു പോയി ഈ ഒരു കുട്ടിയുടെ അച്ഛൻ്റെ ഓട്ടോ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധാരണ രീതിയിൽ ഓട്ടോറിക്ഷക്കാർ പണ്ട് യൂസ് ചെയ്യുന്ന ആ ഒരു വള്ളി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു വള്ളി അവിടെ ഉണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് വന്നു കയറ്റി ഈ ഒരു കുട്ടിയുടെ കഴുത്ത് ഞെരിക്കുകയായിരുന്നു. അതിനുശേഷം ആ ഒരു വള്ളി അവിടെ ഉപേക്ഷിച്ചിട്ട് അയാൾ ആ ഒരു കഴുത്തിലുള്ള സ്വർണ്ണമാല കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു.